ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. വിടവാങ്ങിയത് ജനകീയ ശാസ്ത്ര പ്രചാരകൻ. സംസ്കാരം നാളെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. ചർച്ചകളില്ലാതെയാണ് ബിൽ പാസാക്കിയത്. ചൊവ്വാഴ്ച തൃശൂരിൽ നടത്താനിരുന്ന സംസ്ഥാന വയോജന കമ്മീഷന്റെ പരാതി പരിഹാര സിറ്റിംഗ് മുന്നറിയിപ്പില്ലാതെ മാറ്റിവെച്ചത് പ്രായമായവരെ വലച്ചു. 70ഓളം പേരാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മടങ്ങിപ്പോയത്. എറിയാട് രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവം. പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. വെള്ളറക്കാട് കൊല്ലൻപടിയിലും ചാവക്കാടും തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളെ പേടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ. നാളെ കർക്കിടക വാവുബലി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നതിനായി ജില്ലയിലെ സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. തൃശൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. പരമേശ്വരൻ അവതരിപ്പിച്ച 4ാം ലോക സിദ്ധാന്തം CPMലും കേരളത്തിലെ ഇടതുപക്ഷത്തിനിടയിലും ഒരു കാലത്ത് വലിയ സൈദ്ധാന്തിക ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരുന്നു. തുടർന്ന് 2004 അദ്ദേഹത്തെ CPMൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ശാസ്ത്രത്തെ കേവലം സാങ്കേതിക അറിവായി കാണാതെ സമൂഹത്തിന്റെ പുരോഗതിക്കും മനുഷ്യവിമോചനത്തിനുമുള്ള ഉപാധിയായി അവതരിപ്പിക്കണമെന്ന നിലപാടായിരുന്നു MP പരമേശ്വരന്റെ ചിന്തകളുടെ പ്രധാന സവിശേഷത. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യവും ജനകീയ ശാസ്ത്ര പ്രചാരണവും വളർത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. കേരളത്തിലെ ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നേതൃപരമായി നിരവധി സംഭാവനകൾ MP പരമേശ്വരൻ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, CPMൽ വലിയ സൈദ്ധാന്തിക ചർച്ചകൾക്ക് തുടക്കമിട്ട ആളാണ് ശ്രീ MP പരമേശ്വരൻ. അദ്ദേഹത്തിന്റെ വിയോഗം തൃശ്ശൂരിലെ വസതിയിലായിരുന്നു. സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തുന്നുണ്ട്? കോട്ടപ്പുറത്തെ അദ്ദേഹത്തിന് കോട്ടപ്പുറത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇതിനെ തുടർന്ന് നേതാക്കൾ യുടെയും CPMന്റെയും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതായത് കേവലം രാഷ്ട്രീയ അപ്പുറത്തേക്ക് കേരളത്തെ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു പ്രശസ്തൻ എന്ന് കൂടി വേണം അദ്ദേഹത്തെ വിലയിരുത്താൻ. വലിയ രീതിയിലുള്ള ഒരു അദ്ദേഹം ശാസ്ത്ര രംഗത്ത് തന്നെ നടത്തി. അതിന്റെ തെളിവായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുതിർന്ന ഒരു നേതാവ് അല്ലെങ്കിൽ സ്ഥാപക പ്രവർത്തകരിൽ ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഖ്യാതി അറിയിച്ചിട്ടുള്ളത്. മറ്റ് ഒട്ടനവധി പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. നിരവധി പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. പ്രസിദ്ധീകരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് 2004 മുതൽ 2006 പ്രസിദ്ധീകരിച്ച ഏറ്റവും നല്ല വൈജ്ഞാനിക സാഹിത്യത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി GN പിള്ള അവാർഡ് ജീവിതരേഖ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബാലസാഹിത്യ പുരസ്കാരവും അതുപോലെ തന്നെ കേരള അക്കാദമി സംഭാവന പുരസ്കാരവും അടക്കം അദ്ദേഹത്തിന് ഈ കാലയളവിൽ ലഭിച്ചിട്ടുണ്ട്. നിരവധി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി ചേർന്ന് സജീവ അംഗമായിരുന്നു. 33 വർഷക്കാലം, അതായത് 3.5 കൊല്ലത്തോളം അദ്ദേഹം CPMന്റെ സജീവ അംഗമായി തുടർന്നു.
വികേന്ദ്രീകൃത ജനപ്രതിനിധിയെയും അതുപോലെ തന്നെ ഉപഭോക്തൃത്വത്തിൽ നിന്നും വേർപെടുത്തിയ ഒരു സാമ്പത്തിക ഉൽപാദനത്തെയും അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിൽ വിഭാവനം ചെയ്യുന്ന ഫോർത്ത് വേൾഡ് എന്ന, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോർത്ത് വേൾഡ് എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പുസ്തകത്തിന്റെ രചനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കപ്പെടുന്നത്. അത് മാർക്സിസം തത്വങ്ങളുടെ നിരാകരണമായിട്ടാണ് അത് പാർട്ടി അത് വിലയിരുത്തിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത്. തുടർന്നും പക്ഷേ സജീവമായി തന്നെ രാഷ്ട്രീയ ചിന്തകനും അല്ലെങ്കിൽ സാഹിത്യ രംഗത്തും സാംസ്കാരിക പ്രവർത്തന രംഗത്തും ഒക്കെ അദ്ദേഹം സജീവമായി തന്നെ നിൽക്കുന്നു. ഈ അടുത്ത സമയത്തായിട്ട് ഏറെക്കാലമായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് നവമലയാളി ഓൺലൈൻ മാഗസിന്റെ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം, സമഗ്ര സംഭാവന പുരസ്കാരം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഈ അവസരത്തിൽ ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ആ അവസരത്തിൽ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ CP ജോൺ, മുൻകാല SFI അടക്കമുള്ള മുൻകാല രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള അദ്ദേഹവുമായുള്ള ഓർമ്മകളടക്കം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും രാഷ്ട്രീയ ശാസ്ത്ര രംഗത്തെ അടക്കം സാഹിത്യത്തിലടക്കം ഒട്ടനവധി സംഭാവനകൾ കേരളത്തിന് നൽകിയിട്ടുള്ള ഒരു പ്രതിഭയെയാണ് ഈ ഒരു അവസരത്തിൽ നഷ്ടമാകുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പാറമേക്കാവ് ശാന്തിഘട്ടിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വൈകിട്ടടക്കം നിരവധി നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പം മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം നടന്നത്. ഇപ്പോൾ നിരവധി പേർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കൂടിയാണ് വിദീഷ്. ശരി. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. ചർച്ചകളില്ലാതെയാണ് ബിൽ പാസ്സായത്. 2024 ജൂൺ 24 സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കുന്നതിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ചൊവ്വാഴ്ച തൃശൂരിൽ നടത്താനിരുന്ന സംസ്ഥാന വയോജന കമ്മീഷന്റെ പരാതി പരിഹാര സിറ്റിംഗ് മുന്നറിയിപ്പില്ലാതെ മാറ്റിവെച്ചത് പ്രായമായവരെ വലച്ചു. രാവിലെ സിറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മാറ്റിവെച്ച വിവരം ഇവർ അറിഞ്ഞത്. ചെമ്പുക്കാവ് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിലാണ് ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സംസ്ഥാന വയോജന കമ്മീഷന്റെ പരാതി പരിഹാര സിറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നത്. ഇതു സംബന്ധിച്ച് മാധ്യമങ്ങളിൽ അറിയിപ്പും നൽകിയിരുന്നു. വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്ന സിറ്റിംഗിൽ പുതിയ പരാതികളും നിർദ്ദേശങ്ങളും നേരിട്ട് സ്വീകരിക്കുമെന്നും കമ്മീഷൻ സെക്രട്ടറി അറിയിച്ചിരുന്നു. ഇതുപ്രകാരമാണ് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 70ഓളം പേർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികളുമായി സിറ്റിംഗിൽ പങ്കെടുക്കാനെത്തിയത്. ഇവരിൽ കണ്ണു കാണാത്തവരും തീരെ നടക്കാൻ വയ്യാത്തവരും അടക്കമുണ്ടായിരുന്നു. ഹാളിൽ എത്തിയപ്പോഴാണ് പരിപാടി റദ്ദാക്കിയത് വിവരം ലഭിക്കുന്നതെന്ന് മൂവ്മെന്റ് സെക്രട്ടറി വിൽസൺ P. ജോൺ പറഞ്ഞു. ജനകീയ വയോജന കമ്മീഷന്റെ സിറ്റിംഗ് നടക്കുന്നു, നമ്മുടെ പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. വാർത്തയിലായിരുന്നത്. ഈ വാർത്തയ്ക്ക് അനുസൃതമായി ഞങ്ങൾ എല്ലാവരും അറിയിച്ചു. കണ്ണു കാണാത്ത ആൾക്കാർ ഓട്ടോറിക്ഷ വിളിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഞങ്ങൾ 10-60 പേര് വന്നിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് പറയണത് ഹാള് ബുക്ക് ചെയ്യാൻ പറഞ്ഞു, അവർ മാറ്റിവെക്കാൻ അറിയിച്ചു എന്ന് നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് അറിയിച്ചു. ഇത് ശരിയായ ഒരു നടപടിയല്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നു. വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നു, എത്രയും വേഗം വയോജന കമ്മീഷൻ സിറ്റിംഗ് തൃശ്ശൂർ നടത്തി ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പരാതി ബോധിപ്പിക്കാനുള്ള അവസരം തരണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. തുടർന്ന് താലൂക്ക് ഓഫീസറെ കണ്ട് പ്രതിഷേധം അറിയിച്ചാണ് ഇവർ മടങ്ങിയത്. TCV തൃശൂർ. എറിയാട് യൂത്ത് കോൺഗ്രസും KSUവും നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ സംഘർഷം. സമരക്കാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും നടന്നു. രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇസ്ഹാഖ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസിഫ് മുഹമ്മദ്, പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ PK മുഹമ്മദ്, മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA മനോഫ്, പഞ്ചായത്ത് അംഗങ്ങളായ EK സജീവൻ, സുഹ്റാബി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. എടുത്തു മാറ്റുക
അഴീക്കോട് എറിയാട് പ്രദേശത്തെ സ്വകാര്യ ഭൂമികളിൽ രാസമാലിന്യം കലർന്ന മണ്ണ് അടിയന്തരമായി ശാസ്ത്രീയ രീതിയിൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി കണ്ണുമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം എറിയാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR റനീഡ് ഉദ്ഘാടനം ചെയ്തു. CV അതുൽ, MY തൽഹത്ത് എന്നിവർ നേതൃത്വം നൽകി. എറിയാട് പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവത്തിൽ 19 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. എടയാർ ബിനാനി സിങ്ക് കമ്പനി മാനേജറും ഭൂവുടമകളും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. എറിയാട് പഞ്ചായത്ത് സെക്രട്ടറി സെറീന അലിയുടെ പരാതിയിലാണ് നടപടി. സ്വകാര്യ ഭൂമിയിൽ നിക്ഷേപിച്ച രാസമാലിന്യം നീക്കം ചെയ്യേണ്ടത് ആര് എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ പോര് നടക്കുന്നതിനിടയിലാണ് പോലീസിന്റെ നടപടി. കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന രാസമാലിന്യം നിർവീര്യമാക്കുന്ന പ്രവൃത്തി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കണമെന്നാണ് എറിയാട് പഞ്ചായത്തിന്റെ ആവശ്യം. എന്നാൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് മാലിന്യം നീക്കം ചെയ്യുകയും ഭൂവുടമകളിൽ നിന്ന് പണം ഈടാക്കുകയും വേണമെന്നാണ് പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആവശ്യം. രാസമാലിന്യത്തെ ചൊല്ലി വിവിധ സമരങ്ങളും എറിയാട് പഞ്ചായത്തിൽ നടന്നുവരികയാണ്. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ കടിച്ചുകൊന്ന വയോധികയുടെ വീടിന്റെ പരിസരത്താണ് തെരുവുനായകൾ വിലസുന്നത്. കഴിഞ്ഞ മാർച്ച് 12-നാണ് കൊല്ലൻപടി കിഴക്കേപ്പുരയ്ക്കൽ കാർത്തിയായനിയെ തെരുവുനായ കടിച്ചുകൊന്നത്. ഇതേ തുടർന്ന് അധികൃതരുടെ ഭാഗത്തുനിന്നും പ്രദേശവാസികൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ചെറുതും വലുതുമായ നായ്ക്കൂട്ടങ്ങൾ റോഡിലൂടെയും വീടിന് ചുറ്റുമായി കുരച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. നായ്ക്കളെ കൊണ്ട് ഭയങ്കര ശല്യ. ഒരാൾക്ക് ജോലിക്ക് പോകാൻ പാകില്ല, ജോലി കഴിഞ്ഞു വരാൻ പാകില്ല, കുട്ടികൾക്ക് ആർക്കും സ്കൂളിലേക്ക് പോകാൻ പാകില്ല, ഒന്നിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ അടുത്താണ്, ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്താണ് ഒരു അമ്മേനെ നായ കടിച്ചു കൊന്നു. അപ്പോഴും ഞങ്ങൾ പരാതി പറഞ്ഞതാണ്. അതിനൊന്നിനും ഒരു പ്രതികരണം ഉണ്ടായില്ല ഒരു ഭാഗത്തുനിന്നും. അത് കഴിഞ്ഞപ്പോൾ അത് ആദ്യം തുടങ്ങി. എല്ലാവരും കാടും മന്തിയാണ്. അപ്പൊ അവിടെ ഇതാണ് ഭയങ്കര ശല്യ. നായ്ക്കളെ കൊണ്ട് രാത്രി ഉറങ്ങാൻ പാകില്ല. വീടിന് പുറത്തിടുന്ന ചെരുപ്പുകൾ കടിച്ചുകൊണ്ടു പോകുന്നതും നിത്യസംഭവമാണ്. രാത്രികാലങ്ങളിൽ വീടിന്റെ പൂമുഖത്ത് നീലം നിറച്ച കുപ്പിവെള്ളം വെച്ചാണ് ഒട്ടുമിക്ക കുടുംബങ്ങളും നേരം വെളുപ്പിക്കുന്നത്. തെരുവുനായ്ക്കൾ കൂട്ടത്തോടെയാണ് വരാന്തകളിൽ കിടന്ന് പരസ്പരം കടികൂടുന്നത്. ആളൊഴിഞ്ഞ വീടുകളിലും പറമ്പുകളിലുമാണ് ഇവ തമ്പടിക്കുന്നത്. കാൽനടയായി സ്കൂളിൽ പോകുന്ന കുട്ടികളും ജോലിക്ക് പോകുന്നവരും നായ്ക്കൾ മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചാവക്കാട് KP വത്സലൻ അംഗൻവാടിക്ക് സമീപമുള്ള പ്രധാന റോഡിൽ തെരുവുനായകളുടെ ശല്യം രൂക്ഷമാകുന്നു. കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിലാണ് തെരുവുനായ്ക്കൾ ഭീഷണി ഉയർത്തുന്നത്. അംഗൻവാടിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്ന രക്ഷിതാക്കളും വയോധികരും ഭയത്തോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. തെരുവുനായ്ക്കൾ മുന്നിലേക്ക് ചാടുന്നത് കാരണം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറിയിട്ടുണ്ട്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ നഗരസഭാ അധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നാളെ കർക്കിടക വാവുബലി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നതിനായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഹൈന്ദവ ആചാരങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് കർക്കിടക വാവുബലി. മരിച്ചുപോയ പൂർവികർക്കും മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ബലിതർപ്പണം നടത്തുകയും അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമായാണ് കർക്കിടക വാവ് ആചരിക്കുന്നത്. കർക്കിടക മാസത്തിലെ അമാവാസി നാളിലാണ് ബലിതർപ്പണം നടത്തുക. നദീതീരങ്ങളിലും കടൽ തീരങ്ങളിലും വാവുബലിക്ക് പേരുകേട്ട ക്ഷേത്രങ്ങളിലെ സ്നാനഘട്ടങ്ങളിലുമെല്ലാം ആയിരക്കണക്കിന് ഭക്തർ പിതൃസ്മരണയിൽ ഒത്തുചേരും. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിളാ നദിയുടെ പാമ്പാടി അയൂർമഠം തീരത്ത് പുലർച്ചെ 3:30 ചടങ്ങുകൾ തുടങ്ങും. പഴയന്നൂർ ചീരക്കുഴി പാലത്തിന് സമീപവും മായന്നൂർ തീരത്തും ബലിതർപ്പണം നടത്താൻ സൗകര്യമുണ്ട്. ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പുലർച്ചെ 2:30 മുതൽ രാവിലെ 9 വരെയാണ് ചടങ്ങുകൾ. ഒരേ സമയം 1000 പേർക്ക് ബലിയിടാനുള്ള പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ രാത്രി 12:30 മുതൽ ചടങ്ങുകൾ തുടങ്ങും. രാവിലെ 10 വരെ ബലിതർപ്പണം നടത്താം. പാറമേക്കാവ് ശാന്തിഘട്ടിലെ ബലിതർപ്പണം പുലർച്ചെ 3-ന് ആരംഭിക്കും. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കൂർക്കഞ്ചേരി കീഴ്തൃക്കോവ് ശിവക്ഷേത്രം, കടാമ്പുഴ മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലും ഭക്തർക്ക് ബലിതർപ്പണത്തിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, TCV. ചാവക്കാട് പിതൃബലി തർപ്പണത്തിന് പേരുകേട്ട പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ വാക്കയിൽ വിശ്വനാഥൻ, വിക്രമൻ താമരശ്ശേരി, കൊഴപ്പാട്ട് ബാലൻ, വിനയദാസ് താമരശ്ശേരി എന്നിവർ അറിയിച്ചു. പഞ്ചവടി വാക്കടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയിലാണ് നാളെ പുലർച്ചെ 2:30 മുതൽ രാവിലെ 9 വരെ ബലിതർപ്പണം നടക്കുക. ഒരേ സമയം 1000 പേർക്ക് ഇരുന്ന് ബലിയിടാനുള്ള പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. ബലിതർപ്പണത്തിനെത്തുന്ന 10,000 പേർക്ക് പ്രഭാത ഭക്ഷണം നൽകും. ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തുന്ന വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ തങ്ങാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് ബാരിക്കേഡുകളും കെട്ടിയിട്ടുണ്ട്. ആൽത്തറ ചോയ്സിന്റെ നേതൃത്വത്തിൽ ക്ലോക്ക് റൂം ഒരുക്കി.
കടലിൽ ബലിയിട്ട് തിരിച്ചെത്തുന്നവർക്ക് കുളിക്കാനുള്ള കുളവും ഷവർ ബാത്ത് ഉൾപ്പെടെയുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ തിലഹവനം, പിതൃസായുജ്യ പൂജ എന്നിവ നടത്താനുള്ള സൗകര്യവും ഉണ്ടാകും. കർക്കിടക വാവ് ബലിക്കായി തിരുവില്ലാമല ഐവർ മഠം ഒരുങ്ങി. സുരക്ഷാ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് മേധാവി അശോകൻ അറിയിച്ചു. ഈ വർഷത്തെ കർക്കിടക നാളെ 12-ാം തീയതി ആണ്. കാലത്ത് 3:30 മണി മുതലാണ് വാവുബലികൾ തുടങ്ങുന്നത്. ഏകദേശം 10-10:00 അതുവരെ വാവുബലികൾ ഉണ്ടാവും. 15ഓളം കർമ്മികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിണ്ടബലി, സാധാരണ ബലിയായിട്ട് രണ്ടും സെപ്പറേറ്റ് കാര്യങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിന് വേണ്ട ബലികർമ്മങ്ങളും സാധനങ്ങളും ടിക്കറ്റും എല്ലാം ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22-ന് രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. കുതിരാൻ തുരങ്കത്തിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ തുരങ്കമുഖത്ത് പരിശോധന നടത്തി. നേരത്തെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘവും വിവിധ വകുപ്പുകളും ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയിരുന്നു. ഗുരുതര സാഹചര്യമില്ലെന്ന് റിപ്പോർട്ട് നൽകിയെങ്കിലും കൂടുതൽ പഠനത്തിന് നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തുരങ്കത്തിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂരിൽ CBSE സൗത്ത് സോൺ തായ്ക്കൊണ്ടോ മത്സരത്തിനിടെ എതിരാളിയുടെ ചവിട്ടേറ്റ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ തൃശൂർ സ്വദേശിയായ വിദ്യാർത്ഥി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ഈ മാസം 3-ന് വൈകിട്ട് ചന്ദ്രാപൂരിൽ നടന്ന മത്സരത്തിനിടെയാണ് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ഫയാസിന് പരിക്കേറ്റത്. സ്വകാര്യ ഭാഗത്ത് കിക്ക് കൊണ്ട ഫയാസ് അവശനായി മത്സരം നിർത്താൻ അടയാളം കാണിക്കുന്നതിനിടെ മുഖത്ത് ഇടിയേൽക്കുകയും തലയടിച്ച് വീഴുകയുമായിരുന്നു. തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് തലയോട്ടി പൊട്ടി അകത്ത് രക്തം കട്ടപിടിച്ചതായി കണ്ടത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞായറാഴ്ച രാത്രി 9-ന് എയർ ആംബുലൻസിൽ ഫയാസിനെ കൊച്ചിയിലെത്തിച്ച് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. മത്സരം നിയന്ത്രിക്കുന്നതിൽ റഫറിയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയ്ക്കും നിരുത്തരവാദ സമീപനത്തിനുമെതിരെ ഫയാസിന്റെ കുടുംബം CBSE ചെയർമാന് പരാതി നൽകി. മാള പള്ളിപ്പുറത്ത് കിണറിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കിണറിന്റെ വല നീങ്ങിക്കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് ദേശീയപാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്കുള്ളിൽ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടാമ്പി സ്വദേശി സുന്ദരനാണ് മരിച്ചത്. പുതുക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് ലോറി നിർത്തിയിട്ടിരുന്നത്. സ്റ്റിയറിംഗിൽ വീണുകിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടത്. പുതുക്കാട് പോലീസ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. BJP നേതാവ് AR ശ്രീകുമാറിനെതിരെ ഗൂഢാലോചന നടത്തുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പരാതിയിൽ ഭാര്യയ്ക്കും സുഹൃത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. ശ്രീകുമാറിന്റെ ഭാര്യ പ്രിയങ്ക, സുഹൃത്ത് ലാൽകൃഷ്ണ എന്നിവർക്കെതിരെയാണ് മതിലകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ശ്രീകുമാറിനെതിരെ ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയതിന് പിന്നിൽ ആസൂത്രിതമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് BJP കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. ഭാര്യ പ്രിയങ്കയുടെ പരാതി വിവാദമായതിനെ തുടർന്ന് AR ശ്രീകുമാർ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. ദേശീയപാത 66-ൽ ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ വില്യംസ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തെക്കേ ബൈപ്പാസിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് PK ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ പൗരാവകാശ വേദി ജില്ലാ പ്രസിഡന്റ് നൌഷാദ് തെക്കുംപുറം, സെക്രട്ടറി PP അബൂബക്കർ, ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി തോമസ്, ഫിറോസ് തൈപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്നായിട്ട് നിൽക്കേണ്ട ഒരു സമരം തന്നെയാണിത്. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ സംസ്ഥാന പ്രസിഡന്റ് VK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഹെൽത്ത് ക്ലബ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് CS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയ മോഹനൻ, ഭാരവാഹികളായ VM ബഷീർ, അനന്തനാരായണൻ, TK ഷെല്ലി, CK യാമിനി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കായിക മേഖലയിൽ മികവ് നേടിയവരെ ആദരിക്കലും നടന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ച UDF സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ CPM പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുഴിക്കാട്ടുകോണം കൈരളി വാട്ടർ ടാങ്ക് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് കുഴിക്കാട്ടുകോണം സെൻട്രൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവും ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ അധ്യക്ഷനായിരുന്നു. ധന്യ ഉണ്ണികൃഷ്ണൻ, KK ദാസൻ, CC ഷിബിൻ, KK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പാവപ്പെട്ടവരായിട്ടുള്ള കർഷക തൊഴിലാളികൾക്കും പാവപ്പെട്ടവരായിട്ടുള്ള പ്രസംഗത്തിനകത്ത് സൂചിപ്പിക്കേണ്ടതില്ല എന്നതുകൊണ്ട് അത് പറയുന്നില്ല. കോർപ്പറേഷന്റെ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ കൗൺസിലർ അഞ്ജലി രാഗേഷിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഒച്ചു നിർമ്മാർജ്ജന യജ്ഞം ആരംഭിച്ചു. സീതാറ മിൽ പരിസരത്തും ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്തും ഗ്രാമത്തിലുമാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വിവിധ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, കുടുംബക്ഷേമ സമിതികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് കൂട്ടായ യജ്ഞം ആരംഭിച്ചത്. ജീവകാരുണ്യ പ്രവർത്തകനായ പാർലിക്കാട് സ്വദേശി സുരേഷ് വർഷം തോറും കുട്ടികൾക്കായി നടത്തിവരുന്ന ഓണക്കോടി വിതരണം 25 വർഷം പിന്നിട്ടു. സഹോദരി പുത്രൻ പ്രദീപ് കണ്ണനോടൊപ്പമാണ് സുരേഷ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത്തവണ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഓണക്കോടികൾ നൽകി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. സുരേഷിന്റെ മാതാവ് തങ്ക കുട്ടികൾക്ക് പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ PN വൈശാഖ്, സ്കൂൾ പ്രധാനാധ്യാപിക KK സുമ, സീനിയർ അസിസ്റ്റന്റ് RK അനുപമ, സ്റ്റാഫ് സെക്രട്ടറി KR ഷിബു, SMC ചെയർമാൻ സുരേഷ് കുട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 15-ാം വാർഡിൽ നടപ്പിലാക്കിയ പുഷ്പകൃഷി വിളവെടുപ്പിനൊരുങ്ങി. ഭൂമിക JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ചെണ്ടുമല്ലി, വാടാർമല്ലി കൃഷിയാണ് വിളവെടുപ്പിനൊരുങ്ങിയത്. സ്വകാര്യ വ്യക്തിയുടെ 25 സെന്റ് ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. കുടുംബശ്രീയുടെ ഓണക്കനി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി, നേന്ത്രവാഴ കൃഷിയും പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട്. കൂട്ടമായി എത്തുന്ന മയിലുകൾ കൃഷികൾ നശിപ്പിച്ചതിനാൽ ഇത്തവണ വിളവ് കുറവാണെന്ന് കർഷകർ പറയുന്നു. ഭൂമിക JLGയുടെ നിറപ്പൊലിമ പൂക്കൃഷിയുടെ ഭാഗമായിട്ടുള്ള നിറപ്പൊലിമയുടെ കൃഷിയാണിത്. അപ്പോൾ അതിൽ ഇപ്പോൾ വിളവെടുക്കാറായിട്ടുള്ള പൂക്കളാണ് ചെണ്ടുമല്ലി. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. നേന്ത്രവാഴയാണ് പിന്നെ ഒരു ഇത് കൂടാണ്ട് ചെയ്യുന്നത്. മയിലിൻ്റെ ശല്യമുണ്ട് ഇവിടെ നന്നായിട്ട്. അപ്പോൾ മയിൽ എല്ലാ വിളകളും നശിപ്പിച്ചിട്ട് ഇപ്പോൾ പൂക്കൃഷി, ഈ ചെടികൾ നമ്മൾ ചെണ്ടുമല്ലി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേണ്ടത്ര വിളവ് കിട്ടിയിട്ടില്ല. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഓഗസ്റ്റ് 23-ന് ഗുരുവായൂരിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് 377 കല്യാണങ്ങൾ. ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും ഭേദിക്കുന്നതാണിത്. ഇനിയും ദിവസങ്ങളുണ്ടെന്നിരിക്കെ കല്യാണങ്ങൾ 400 ആകാമെന്നാണ് ദേവസ്വം കരുതുന്നത്. 2024 സെപ്റ്റംബർ 8-ന് 334 കല്യാണങ്ങൾ നടന്നതാണ് നിലവിലെ റെക്കോർഡ്. 350-ലേറെ കല്യാണങ്ങളായിരുന്നു അന്ന് ബുക്ക് ചെയ്തിരുന്നത്. മികച്ച രീതിയിലും തിരക്കുകൾ പ്രകടമാകാത്ത തരത്തിലും കല്യാണങ്ങൾ നടത്തുന്നതിനായി ദേവസ്വം ആസൂത്രണം തുടങ്ങി. സ്ഥിരമായി ഉപയോഗിക്കാവുന്ന 5-ാമത്തെ കല്യാണ മണ്ഡപം ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കുന്നുണ്ട്. ചെന്നൈയിലെ ഭക്തനാണ് ഇത് വഴിപാടായി സമർപ്പിക്കുന്നത്. ചിങ്ങം 1-ന് മണ്ഡപം സമർപ്പിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചു കയറുന്നു. ഗ്രാമിന് 290 രൂപ കൂടി 14,220 രൂപയായി. പവൻ വില 2,320 രൂപ ഉയർന്ന് 1,13,760 രൂപയിലെത്തി. കഴിഞ്ഞ ജൂണിന് ശേഷം പവന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 8,160 രൂപയാണ് പവന് കൂടിയത്. രാജ്യാന്തര വിപണിയിലെ കുതിപ്പാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. തൃശൂർ സിനർജിയുടെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തേർഡ് ഏജ് യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ശലഭ പൊലിമ എന്ന പേരിൽ ചെമ്പൂക്കാവ് ബാലഭവനിൽ നടന്ന ഓണാഘോഷം രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. MGU3A സ്റ്റേറ്റ് മെന്റർ ഡോക്ടർ C തോമസ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് സുബി ബാബു, ഉപഭോക്തൃ കർഷക ഏകോപന സമിതി സ്ഥാപകൻ രാധാകൃഷ്ണൻ, MGU3A ജില്ലാ കോർഡിനേറ്റർ MR ജയശ്രീ, ജില്ലാ സീനിയർ കോർഡിനേറ്റർ PV കുഞ്ഞമ്പു, മെന്റർ ഷീബ എന്നിവർ പങ്കെടുത്തു. ശലഭശില്പശാല തുടർ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും സംഘടനയ്ക്കായി സ്വന്തം കെട്ടിടം വിട്ടു നൽകിയ അനൂപിനെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഒരുക്കിയിരുന്നു. CITU പറപ്പൂക്കര പഞ്ചായത്ത് കൺവെൻഷൻ CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. KJ ഷൈജു അധ്യക്ഷത വഹിച്ചു. MK അശോകൻ, PR രാജൻ,
എ രാജീവ്, ഷാജു പള്ളത്ത്, KS ഹെനിൽ, രതി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനറായി MK അശോകിനെയും ജോയിന്റ് കൺവീനറായി TK മനോഹരനെയും തെരഞ്ഞെടുത്തു. സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ യോഗം CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ലോക്കൽ സെക്രട്ടറിമാരായ KD അപ്പച്ചൻ, അൻവർ സാദിഖ്, CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ്, CM ബബീഷ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ല ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നു. പഴഞ്ഞി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുത്ത മത്സരത്തിൽ 3 കാറ്റഗറികളിൽ നിന്നും 28 പോയിന്റ് സ്വന്തമാക്കി വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 24 പോയിന്റ് നേടി അസീസി സ്കൂൾ തലക്കോട്ടുകര 2ാം സ്ഥാനവും 18 പോയിന്റോടെ MIC അൽ അമീൻ സ്കൂൾ കേച്ചേരി 3ാം സ്ഥാനവും നേടി. ആദ്യമായാണ് പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ ഉപജില്ലാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. തൃശൂർ പൂങ്കുന്നം ശിവക്ഷേത്രത്തിൽ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രം മേൽശാന്തി നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കാണി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങരംകുളത്ത് സംഘടിപ്പിച്ച S ജാനകി അനുസ്മരണ സമ്മേളനം എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. P കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. V മോഹനകൃഷ്ണൻ, അടാട്ട് വാസുദേവൻ, കാണി ഫിലിം സൊസൈറ്റി ഭാരവാഹികൾ, ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. PP രാജന്റെ നേതൃത്വത്തിലുള്ള വളയംകുളം സ്റ്റാർ വോയിസ് മ്യൂസിക് ബാൻഡിന്റെ ഗാനാഞ്ജലിയും നടന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം, സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ അന്തരിച്ചു. വിടവാങ്ങിയത് ജനകീയ ശാസ്ത്ര പ്രചാരകൻ. സംസ്കാരം നാളെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. ചർച്ചകളില്ലാതെയാണ് ബിൽ പാസാക്കിയത്.
ചൊവ്വാഴ്ച തൃശൂരിൽ നടത്താനിരുന്ന സംസ്ഥാന വയോജന കമ്മീഷന്റെ പരാതി പരിഹാര സിറ്റിംഗ് മുന്നറിയിപ്പില്ലാതെ മാറ്റിവെച്ചത് പ്രായമായവരെ വലച്ചു. 70ഓളം പേരാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മടങ്ങിപ്പോയത്. എറിയാട് രാസമാലിന്യം ഉപയോഗിച്ച് ഭൂമി നികത്തിയ സംഭവം. പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. വെള്ളറക്കാട് കൊല്ലൻപടിയിലും ചാവക്കാടും തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളെ പേടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ. നാളെ കർക്കിടക വാവുബലി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നതിനായി ജില്ലയിലെ സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.